നമസ്കാരം. നമ്മുടെ സനാതന ധർമ്മത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു സസ്യമുണ്ട്. ഏവർക്കും അറിയാമല്ലോ, തുളസി തന്നെയാണിത്. ഇതൊരു ഔഷധ സസ്യമാണ്. കൂടാതെ വളരെയധികം ദൈവാധീനം നിറഞ്ഞു നിൽക്കുന്ന ചെടിയാണ് തുളസി. അതുകൊണ്ട് തന്നെ തുളസി വളരെയധികം പരിപാവനമായി തന്നെ നമ്മൾ പരിപാലിക്കേണ്ടത് അത്യാവശ്യമാണ്. തുളസി നട്ടു പരിപാലിക്കുമ്പോൾ ഒറ്റ സംഖ്യയിൽ വേണം നടാൻ. അതും തെക്ക് കിഴക്ക് ഭാഗത്തും തുളസി നടാനും പാടുള്ളതല്ല. ദിവസവും രാവിലെ തുളസിക്ക് ജലം സമർപ്പിക്കുന്നത് വളരെയധികം ശ്രേഷ്ഠമാണ്. ശ്രേയസ് വർദ്ധിക്കുന്നതിന് വളരെയധികം സഹായകവുമാകും. അങ്ങനെയുള്ള തുളസിയുടെ ഒരു തുളസി കതിരു മാത്രം മതി നമ്മളുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് എന്ന് പറയുമ്പോൾ നിങ്ങൾ എത്ര പേര് വിശ്വസിക്കും? എന്നാൽ കേട്ടോളൂ, ഒരു തുളസി കതിരു മതി നിങ്ങളുടെ ആഗ്രഹം എന്തും ഭഗവാൻ പൂർത്തീകരിച്ച് നൽകുന്നതിന് വേണ്ടി. അപ്പോൾ ഈ ചെയ്യാൻ പോകുന്ന കാര്യം 7 ദിവസത്തേക്കുള്ളതാണ്. അതായത് ഈ വ്യാഴാഴ്ച തുടങ്ങി വരുന്ന ബുധനാഴ്ച എന്നോണം കണക്ക് 7 ദിവസം, തുടർന്ന് 7 ദിവസമാണ് ഇതിൻ്റെ ഒരു കണക്ക്. വ്യാഴാഴ്ച തുടങ്ങിയിട്ട് ബുധനാഴ്ച തീരുന്നത്. അപ്പോൾ ഇത് ചെയ്യേണ്ടത് ലക്ഷ്മി നാരായണ സമേതനായിരിക്കുന്ന ഭഗവാന്റെ ചിത്രത്തിന് മുന്നിലോ അല്ലെങ്കിൽ ഭഗവാൻ മഹാവിഷ്ണു ഒറ്റയ്ക്കായിട്ട് ഇരിക്കുന്ന ചിത്രത്തിന് മുന്നിലോ ഇരുന്ന് വേണം ഇത് ചെയ്യാൻ. നെയ്വിളക്ക് തെളിയിച്ച് തുളസി കതിര് കയ്യിൽ പിടിച്ചുകൊണ്ട് ഓം നമോ ഭഗവതി വാസുദേവായ എന്ന ഭഗവാന്റെ ദ്വാദശാക്ഷരി മന്ത്രം ജപിക്കുക. ഇത് 7 ദിവസം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കണം. ഇങ്ങനെ ചെയ്തു കഴിയുമ്പോൾ തന്നെ മനസ്സിൻ്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നതിന് ഭഗവാൻ വഴി തെളിയിച്ചു തരും. അതിൻ്റെ സൂചനകൾ പലതും നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ശിവോഹം ആസ്ട്രോളജി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.